നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണയിൽ വീട് തകർന്നു. മൊട്ടന്തറ കൂട്ടപ്പാറക്കൊല്ലി നാരായണന്റെ ഓടിട്ട വീടാണ് കാറ്റിൽ തകർന്നത്. ഇതോടെ നാരായണനും കുടുംബത്തിനും താമസിക്കാനൊരിടമില്ലാതായി. കായണ്ണ പഞ്ചായത്തിലെ 7-ാം വാർഡ് മൊട്ടന്തറ കള്ളംകൊത്തിപ്പാറ കൂട്ടപ്പാറക്കൊല്ലി നാരായണനും കുടുംബവും താമസിക്കുന്ന ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു. മൺകട്ടയും ചെങ്കല്ലും കൊണ്ട് നിർമ്മിച്ച ചുമരും ഇടിഞ്ഞു നശിച്ചു. വെള്ളിയാഴ്ചയുണ്ടായ കനത്ത കാറ്റിൽ ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു സംഭവം. അതുവരെ നാരായണനും 12-കാരനായ മകൻ നവീനും വീട്ടിനകത്തായിരുന്നു. മുറ്റത്ത് നിൽക്കുമ്പോഴാണ് വൻ ശബ്ദത്തോടെ മേൽക്കൂര പൊട്ടിത്താഴ്ന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് നാരായണൻ പറഞ്ഞു. ഇന്നലെ 3 മണിക്കാണ് എൻ്റെ വീട് ശക്തമായൊരു കാറ്റ് വന്ന് എൻ്റെ വീട് ചുമരു ഇടിഞ്ഞ് കഴുക്കോല് ഓടൊക്കെ ഇടിഞ്ഞ് വീണ് താഴെ വീണ് ഏകദേശം 10 ലക്ഷം റുപ്യേൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാനും മറ്റുള്ള ആൾക്കാരും പുറത്തായതുകൊണ്ട് വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ കഷ്ടപ്പാടിലാണ്. എൻ്റെ മോളെ കല്യാണം മെയ് 12 വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വീട് ചുമര് പൊട്ടിയതിനാൽ വാസയോഗ്യമല്ലാതെയായി. നാരായണന്റെ മകളുടെ വിവാഹം മെയ് 11, 12 തീയതികളിലായി നടത്താൻ തീരുമാനിച്ചതാണ്. ഇതോടെ ഊമയായ ഭാര്യയ്ക്കും നാരായണനും മകനും അന്തിയുറങ്ങാൻ സ്ഥലമില്ലാതായി. കൂട്ടുസ്വത്തായതിനാൽ ലൈഫ് പദ്ധതിയിലും വീട് ലഭിക്കില്ല. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി നാരായണൻ പറഞ്ഞു. പഠിക്കുന്ന മോനും സംസാരിക്കാൻ പറ്റാത്ത ഭാര്യയുണ്ട്. അപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വല്ലാത്ത കഷ്ടപ്പാടിലാണുള്ളത്. വീടിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റിയില്ല. എല്ലാം ഒടിഞ്ഞു കുത്തിയ നിലയിലാണുള്ളത്. കല്ലും കട്ടയാണ് വീട്. വല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കരുണ കാണിക്കണം. പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.